നമുക്ക് സംസാരിക്കാം. എല്ലാ ശാലോം TV പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാതെ വളരെയധികം ദുഃഖിച്ചു കഴിയുന്ന ഒരമ്മയുടെ കത്താണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഭർത്താവിൻ്റെ സംശയം മൂലം വളരെ വിഷമിച്ച് കഴിയുന്ന ആ ആൻറ്റിയുടെ കത്ത് ഞാനിന്ന് വായിക്കാം. പ്രിയ അവരാച്ചൻ ചേട്ട, തങ്കമ്മ ചേച്ചി, ഞാൻ വളരെയധികം ദുഃഖിച്ചു കഴിയുന്ന ഒരു ഭാര്യയും അമ്മയുമാണ്. എൻ്റെ ദുഃഖം നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കട്ടെ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി. ഞങ്ങൾക്ക് 3 കുട്ടികളാണുള്ളത്. എല്ലാവരും നല്ല മിടുക്കരാണ്. ഞാൻ വിവാഹത്തിന് മുമ്പ് വളരെ വിശുദ്ധിയോടെ ജീവിച്ച ഒരു ആളാണ്. എന്നാൽ എൻ്റെ ഭർത്താവ് പലപ്പോഴും വളരെ മോശമായ വാക്കുകൾ എന്നോട് സംസാരിക്കുന്നു. കുട്ടികളുടെയും വീട്ടിലുള്ള മറ്റംഗങ്ങളുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ വിളിക്കുമ്പോൾ എൻ്റെ സമനില തന്നെ തെറ്റാറുണ്ട്. മൂത്ത കുട്ടിയുടെ ജനനത്തോടു കൂടിയാണ് ഭർത്താവിന് എന്നിൽ സംശയം ജനിച്ചു തുടങ്ങിയത്. എൻ്റെ ആദ്യ പ്രസവം വിവാഹം കഴിഞ്ഞ് 8-ാം മാസത്തിലായിരുന്നു. കുട്ടി അപ്പനെ പോലെ തന്നെ ഇരിക്കുന്നു. എന്നാൽ ആ കുട്ടിയെ കാണുമ്പോൾ അദ്ദേഹത്തിന് കലി ഇളകും. കുട്ടിയോടും എന്നോടും വളരെ മോശമായി, ചിലപ്പോൾ ക്രൂരമായി തന്നെ പെരുമാറാറുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ വിവാഹം വരെ ജീവിച്ചിട്ട് എനിക്കും കുഞ്ഞിനും എന്നും കണ്ണീര് കുടിക്കാനേ നേരമുള്ളൂ. ഭർത്താവിൻ്റെ സംശയം മൂലം വിഷമിക്കുന്ന ഈ ആൻറ്റിയോട് പപ്പായ്ക്കും മമ്മിക്കും എന്താണ് പറയാനുള്ളത്? ഇന്ന് അപൂർവം ചില കുടുംബങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സംഭവമാണിത്. ഭർത്താക്കന്മാർക്ക് ആദ്യ കുട്ടിയിൽ സംശയം ജനിക്കുക. ആ കുട്ടിയുടെ ജനനത്തോടുകൂടി തന്നെ പലപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഒരു ഊഹാപോഹങ്ങളൊക്കെ കയറി വരുന്നു. അതുമല്ല, ചിലപ്പോൾ കൂട്ടുകാരിലും അല്ലെങ്കിൽ വീട്ടിലുള്ള പ്രായമായ മാതാപിതാക്കളിൽ നിന്നൊക്കെ ഒരു കമൻറ്റൂടെ കേൾക്കാനിടയാവും. എന്താടാ, കോളടിച്ചോ, വന്നപ്പോൾ ലോട്ടറി അടിച്ചോ, കൊണ്ടുവന്നതാണോ? ഇങ്ങനെയൊക്കെ ചോദിച്ച് കേൾക്കുമ്പോഴത്തേക്കും അവരാ മനസ്സിൽ കിട്ടിയ സംശയം ഉറപ്പിക്കുകയാണ്. ഇതുപോലെ വേദന അനുഭവിക്കുന്ന പല കുടുംബങ്ങളും ഞങ്ങളുടെ അടുക്കൽ വരാനിടയായിട്ടുണ്ട്. അപൂർവം ചില ഭർത്താക്കന്മാർക്കാണ് ഇങ്ങനെ കുട്ടികളുടെ ജനനത്തിൽ, പ്രത്യേകിച്ച് ആദ്യത്തെ കൺമണിയുടെ ജനനത്തിൽ സംശയം ജനിക്കുന്നത്. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കുട്ടിയുടെ ജനനത്തിലല്ല, ആദ്യത്തെ കൺമണിയിൽ തന്നെയാണ് ഈ സംശയം ഉടലെടുക്കാറുള്ളത്. കുട്ടികളുടെ ജനനത്തിൽ പലപ്പോഴും പല പല പ്രയാസങ്ങളുണ്ടാകാറുണ്ട്. ചിലപ്പോൾ നല്ല വെളുത്ത അപ്പനമ്മമാർക്ക് കറുത്ത കുഞ്ഞ് ജനിക്കുന്നു. ചിലപ്പോൾ നല്ല കറുത്ത അപ്പനമ്മമാർക്ക് നല്ല വെളുത്ത കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ചിലപ്പോഴെങ്കിലും അപ്പനോടോ അമ്മയോടോ യാതൊരു സാദൃശ്യമില്ലാത്ത തരത്തിലുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ചിലപ്പോൾ വിരൂപികളായിട്ടുള്ള കുഞ്ഞുങ്ങൾ തന്നെ ജനിക്കാനിടയാകുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ജനിക്കുന്നതെന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ജനന നിമിഷത്ത്, പ്രത്യേകിച്ച് ഭാര്യാഭർത്താക്കന്മാർ ശാരീരിക ബന്ധം പുലർത്തി കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന നിമിഷത്തിൽ അവരുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന വിചാരങ്ങളാണ് ഈ കുഞ്ഞിൻ്റെ നിറത്തെയും സ്വഭാവത്തെയും എല്ലാം സ്വാധീനിക്കുന്നത്. പലപ്പോഴും ഇവർ പോലും അറിയുന്നില്ല. അവരുടെ മണവറയിൽ തൂക്കിയിരിക്കുന്ന ചിത്രങ്ങൾ, അല്ലെങ്കിൽ അവർ നേരത്തെ കണ്ട സിനിമ, TV, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പേടിപ്പെടുത്തുന്ന സംഭവങ്ങളുള്ള പുസ്തക വായന, ഇതുപോലെ പലതും ഇവരെ പലപ്പോഴും പേടിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയൊക്കെ ചെയ്യും. ഈ സംഭവങ്ങളെല്ലാം ദാമ്പത്യ ധർമാനുഷ്ഠാനത്തിൻ്റെ സമയത്ത് ഇവരുടെ മനസ്സിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ അതെല്ലാം ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ പ്രതിഫലിക്കാനായിട്ടിടയാകുന്നുണ്ട്. ഇത് നമുക്കറിയാമല്ലോ. നമ്മുടെ കൗൺസിലിങ്ങിന് ഒരു ഭാര്യയും ഭർത്താവും കടന്നു വന്നു. അവർ ഈ പ്രശ്നവുമായിട്ടാണ് വന്നത്. ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും അവർ പറയുന്നു, ഞങ്ങൾക്ക് ഇത്രയൊന്നും അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. പറയുകയാണെങ്കിൽ ആ ഭാര്യയെ കണ്ടാൽ നല്ലൊരു സുന്ദരി പെൺകുട്ടി, ഭർത്താവും കുഴപ്പമൊന്നുമില്ല. അവരുടെ പ്രസവമൊക്കെ കഴിഞ്ഞ് ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ഡോക്ടർ തന്നെ അവരോട് വളരെ അതിശയത്തോടെ പറഞ്ഞു, ഓ എന്താ ഇതെന്ന്. പക്ഷെ അവർക്കൊന്നും മനസ്സിലായില്ല.
പിന്നീട് അവരുടെ സംശയത്തിന് ഇതൊരു വഴിയൊരുക്കി. സംസാരിച്ച് വന്നപ്പോൾ അവർക്ക് കുഞ്ഞ് നേരത്തെ ഉണ്ടായി എന്നുള്ള സംശയമല്ല, കുഞ്ഞിൻ്റെ രൂപഭംഗിയിലുള്ള സംശയമാണ് അവർ ഉടലെടുത്തത്. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. അവൾ പറയുകയായിരുന്നു, അവളുടെ റൂമിൽ ഈശോയുടെയോ മറ്റു കാര്യങ്ങളുടെ പടങ്ങളൊന്നുമല്ല, ഒത്തിരി മൃഗങ്ങളുടെയും മറ്റ് പക്ഷിമൃഗാദികളുടെയും ഒക്കെ പടങ്ങളായിരുന്നു. പലപ്പോഴും അത് കണ്ട് ആസ്വദിക്കുന്നൊരു സ്വഭാവമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടി വിയിലൊക്കെ ഒത്തിരി മൃഗങ്ങളുടെ പടങ്ങളൊക്കെ അതിൻ്റെ ഒക്കെ കണ്ടിരുന്നു എന്നൊക്കെ അവൾ പറയുകയുണ്ടായി. എന്തിനാ? സമയം പോകാൻ വേണ്ടി. ഇന്ന് ചില ദമ്പതികളെങ്കിലും മോശമായ ചിത്രങ്ങൾ, ബ്ലൂ ഫിലിം പോലെയുള്ള ചിത്രങ്ങൾ കണ്ടിട്ട് ഭാര്യാഭർത്തൃ ദാമ്പത്യ ധർമാനുഷ്ഠാനം നിറവേറ്റാറുണ്ട്. ഇത് വലിയ തെറ്റാണ്, പാപമാണെന്ന് ഇവർക്ക് അറിയാമെങ്കിൽ പോലും ഇതെല്ലാം ഇവരുടെ വികാര വിചാരങ്ങളെ ഉണർത്തുമെന്നുള്ള ചിന്തയോടുകൂടി തന്നെ ഈ ചിത്രങ്ങളെല്ലാം ഇവർ ആസ്വദിക്കാറുണ്ട്. അങ്ങനെ ചിത്രങ്ങളെല്ലാം, ബ്ലൂ ഫിലിം പോലുള്ള ചിത്രങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ച് ദാമ്പത്യ ധർമാനുഷ്ഠാനത്തിലേക്ക് നീങ്ങി അവർക്കൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാനായിട്ട് ഇടയായാൽ പലപ്പോഴും ആ കുഞ്ഞുങ്ങൾക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇത് മനഃപൂർവ്വം വലിച്ചു വെക്കുന്ന വിനകളാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി വേണം അല്ലേ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ എപ്പോഴും മാതാപിതാക്കൾ? നല്ലതുപോലെ പ്രാർത്ഥിച്ചൊരുങ്ങി കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുകയാണെങ്കിൽ ഈ അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും. ദാമ്പത്യ ധർമാനുഷ്ഠാനം ഒരു വിശുദ്ധമായ കൂദാശയാണെന്നുള്ള ബോധ്യത്തോടുകൂടി വിശുദ്ധിയിൽ തന്നെ അത് പരികർമ്മം ചെയ്യുമ്പോൾ, ഹൃദയ പരിശുദ്ധിയോടുകൂടി പരികർമ്മം ചെയ്യുമ്പോൾ അതിൽ നിന്ന് നല്ല ദൈവ കുഞ്ഞുങ്ങൾ, നല്ല മാലാഹ കുഞ്ഞുങ്ങൾ, നല്ല പക്വതയുള്ള വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങളെല്ലാം ജനിക്കാനായിട്ടിടയാകും. അതുപോലെ തന്നെ വിവാഹിതരാകുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഇവ കാര്യങ്ങൾ ശരിക്കും പഠിച്ചിരിക്കണം. എന്താണ് നമ്മുടെ ശരീരം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശരീരത്തെപ്പറ്റിയും ആ ശരീരത്തിൽ വരുന്ന വ്യതിയാനങ്ങളെ പറ്റിയൊക്കെ അവൾ വിവാഹത്തിന് ആ ദിവസങ്ങളല്ല 1-2 വർഷം മുമ്പ് തന്നെ അവൾ അവളുടെ ശരീരത്തെ പഠിക്കണം. അവരുടെ അമ്മമാർ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് സേഫിയറുടെ ഒക്കെ നോക്കാൻ വേണ്ടി 2-3 വർഷം മുമ്പേ അവരവരുടെ ശരീരം പഠിക്കണം. ഒരു പെൺകുട്ടിയുടെ ശരീരം പോലെ ആയിരിക്കില്ല മറ്റേ പെൺകുട്ടിയുടെ ശരീരം. പ്രത്യേകിച്ച് ഒരു വീട്ടിൽ 2, 3, 4 പെൺകുട്ടികളുണ്ടെങ്കിൽ അവരുടെ ചേച്ചിയുടെ പോലെ ആയിരിക്കില്ല അനിയത്തിക്ക്. എപ്പോഴും ഇത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ വിവാഹത്തിന് വർഷങ്ങൾക്ക് മുമ്പേ ഓരോ പെൺകുട്ടിയും അവരവരുടെ ശരീരത്തെ പഠിക്കണം. വിവാഹമൊക്കെ ഉറപ്പിച്ച് ആ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് അതേപ്പറ്റി അമ്മയോടൊത്ത് ആലോചിച്ച് ഇതൊരു സമയമൊക്കെ കണ്ടെത്തുവാനൊക്കെ മനസ്സിലാക്കണം. അതുപോലെ വിവാഹത്തിൻ്റെ ആ ദിവസങ്ങളിലൊക്കെ നമുക്ക് എത്ര ദിവസമാണ് ഒരു കുഞ്ഞിനെ രൂപപ്പെടുത്താൻ വേണ്ടതെന്നൊക്കെ ഒരു സ്ത്രീ മനസ്സിലാക്കിയിരിക്കണം. 9 മാസവും 9 ദിവസവുമാണ് ഒരു കുഞ്ഞിൻ്റെ വളർച്ച. ഇത് പറയുമ്പോൾ ഇതേപ്പറ്റി വ്യക്തമായിട്ട് അറിയാത്ത ഒരു പെൺകുട്ടി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോയാൽ വിവാഹത്തിൻ്റെ ആദ്യ ദിവസങ്ങൾ തന്നെ ചിലപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ബന്ധപ്പെട്ടെന്നിരിക്കും. ഒരു മെൻസസ് കഴിഞ്ഞാൽ 15 ദിവസം അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ആ ദിവസം മുതലാണ് ഒരു കുട്ടിയുടെ ജന്മത്തിന് വേണ്ടിയുള്ള ദിവസം എണ്ണുന്നത്. വിവാഹത്തിൻ്റെ ദിവസം മുതൽ എണ്ണാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടുള്ളത് എണ്ണാൻ തുടങ്ങുമ്പോൾ അവരുടെ മെൻസസ് ഡേറ്റ് മിക്കവാറും വിവാഹത്തിന് 15 ദിവസം മുമ്പായിരിക്കും. അവിടെ മുതൽ വേണം ഇങ്ങോട്ട് എണ്ണാൻ. അപ്പോഴേക്കും ഇത് ആ എണ്ണം വരുമ്പോഴേക്കും, അതുപോലെ തന്നെ ചിലപ്പോൾ കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു കുഞ്ഞ് ഉദരത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് 20 ദിവസം മുമ്പോട്ടും 20 ദിവസം പുറകോട്ടും വരാം. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഈ 9 മാസം എല്ലാവരും കണക്ക് കൂട്ടുന്നത് കല്യാണം കഴിഞ്ഞുള്ള ദിവസം മുതലാണ്. ഇവിടെ വരുമ്പോഴാണ് ഈ സംശയത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ പെൺകുട്ടിയും അവരവരുടെ ആർത്തവ ചക്രത്തിലുള്ള ഈ വ്യതിയാനം അവരവർ തന്നെ പഠിച്ചുകൊണ്ട് വേണം വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാൻ. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ലെറ്ററിൽ ഇപ്പോൾ വായിച്ചൊരു കേസ്, അവളെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചതാണ് ഭർത്താവ് അവളെ മോശമായിട്ട് കാണുവാനും പറയുവാനും ഇടയായത്. അവൾക്കറിയില്ലായിരുന്നായിരിക്കാം ഈ സംഭവങ്ങൾ. ഇത് ഭർത്താവിനെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും അവൾക്ക് കഴിവില്ല. അങ്ങനെ വരുമ്പോൾ അവൻ വെളിച്ചത്തത് പറയുന്നില്ല എങ്കിൽ പോലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതാണ് കാതലായ പ്രശ്നം. അവൻ അത് വെച്ചുകൊണ്ടാണ് നോക്കുന്നത്. ആർത്തവചക്രത്തിലെ ഫലനിഷ്ഫല കാലങ്ങൾ വേണ്ട വിധത്തിൽ പെൺകുട്ടി മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ അവരുടെ മാതാപിതാക്കൾ അതിനെക്കുറിച്ചൊക്കെ
ബോധവാന്മാരും ബോധവതികളൊക്കെ ആയിരിക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും. ഒരു പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഇതൊക്കെ കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ആ കണക്കുകളുമൊക്കെ നോക്കിക്കൊണ്ട് വേണ്ട ക്രമീകരണങ്ങൾ അവർക്ക് വരുത്തുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് അവരുടെ വിവാഹത്തിൻ്റെ ഡേറ്റ് നിശ്ചയിക്കുന്നത് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം. കാരണം ഇവർ ആദ്യ ദിവസങ്ങളിലെല്ലാം ശാരീരിക ബന്ധം പുലർത്താനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു പെൺകുട്ടി ഗർഭം ധരിക്കുകയാണെങ്കിൽ ആ ഗർഭധാരണം ചിലപ്പോൾ ആദ്യത്തെ കൺമണി അല്പം നേരത്തെയൊക്കെ ജനിക്കാനായിട്ട് ഇടവന്നേക്കും. അതുകൊണ്ട് ഈ കാര്യത്തിൽ അമ്മമാർ ഒട്ടൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് സമുദായങ്ങളിൽപ്പെട്ടവർ ഈ കാര്യത്തിലൊക്കെ ഒത്തിരിയേറെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഒരു വിവാഹത്തിൻ്റെ ഡേറ്റ് നിശ്ചയിക്കുന്നത് തന്നെ സൂക്ഷിച്ച് തന്നെ വേണം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ 7 മാസം അല്ലെങ്കിൽ 8-ാം മാസം കുഞ്ഞ് ജനിച്ചു എന്നുള്ള ആ പരാതി ഉണ്ടാകുകയില്ല. അത് മാത്രമല്ല, വിവാഹത്തിലേക്ക് കടന്നു വരുന്ന പുരുഷന്മാരെ കൂടി, ആൺകുട്ടികളെ കൂടി ഇത് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ അടുക്കൽ വിവാഹത്തിന് മുമ്പ് ഒരുങ്ങാനായിട്ട് വരുന്ന ആൺകുട്ടികൾക്ക് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഞങ്ങൾ പലപ്പോഴും വിവാഹം കഴിഞ്ഞ് ഇങ്ങനെ കുഞ്ഞുണ്ടായതിന് ശേഷം അവരോട് ഇത് നിൻ്റെ തന്നെ കുഞ്ഞാണെന്ന് പറഞ്ഞു കൊടുത്താൽ അത് പലപ്പോഴും അവർ സ്വീകരിക്കുന്നില്ല. എന്നെ കബളിപ്പിക്കുകയാണ്, എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, എനിക്കറിയാം നിങ്ങളിതൊക്കെ പറയും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും അവർ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും അതോടൊപ്പം തന്നെ സ്വന്തം ജീവിത പങ്കാളിയെ സംശയിക്കുകയും അത് പല പല പ്രയാസങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ വിവാഹത്തിന് മുമ്പ് ആൺകുട്ടികളും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ആൺകുട്ടികളും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് നമ്മൾ പറഞ്ഞ 9 മാസവും 9 ദിവസമാണ് പഴയ കണക്ക്. ഗർഭിണിയുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ച് അവരുടെ ശരീരത്തിൻ്റെ മറ്റു ചില പ്രത്യേകതകളൊക്കെ അനുസരിച്ച് 20 ദിവസം മുൻപോട്ടോ 20 ദിവസം പിൻപോട്ടോ പോകും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് വളരെ നന്നായിട്ട് ഭർത്താവ് ഇതിനെക്കുറിച്ച് അറിവുള്ളൊരു വ്യക്തിയായി മാറണം. അറിവുണ്ടെങ്കിൽ അവന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ കുഞ്ഞ് എൻ്റേത് തന്നെയാണെന്ന്. അപൂർവം ചില സ്ത്രീകൾ, പ്രത്യേകിച്ച് പ്രായം ചെന്ന അമ്മച്ചിമാർ അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും പറയാറുണ്ട്, ഈ കുട്ടി നിൻ്റെതാണോ കൊണ്ടുവന്നതാണോ എന്നൊക്കെ ഒരു സംശയം ചെറിയ തോതിലെങ്കിലും. അത്രയങ്ങ് പറഞ്ഞു കഴിയുമ്പം പൂർത്തീകരിച്ചു. ആരെങ്കിലും ഒരു പ്രായമായ മാതാപിതാക്കൾ അങ്ങനെ ഒരു അമ്മച്ചിമാർ വീട്ടിൽ നിന്ന് ഇതിലൂടെ പറയുകയാണെങ്കിൽ ആൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ചിന്തിക്കും, അമ്മച്ചിക്ക് ഇത്രയും അറിവൊക്കെ ഉള്ളതല്ലേ, ഏതാണേലും ഇത് ശരി തന്നെ. അങ്ങനെ വരുന്നത് കൊണ്ടാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഇതേപ്പറ്റി മനസ്സിലാക്കിയിരിക്കുകയും ഇത് വേണ്ടതുപോലെ ക്രമീകരിക്കുകയും. അങ്ങനെ വാസ്തവം പറഞ്ഞാൽ ഞങ്ങളൊക്കെ കൗൺസിലിങ്ങിന് വരുന്ന പെൺകുട്ടികളോടും ആൺകുട്ടികളൊക്കെ വരുമ്പോൾ വിവാഹത്തിന് മുമ്പുള്ളവർ വന്നു കഴിഞ്ഞാൽ അവരോട് പറയാറുണ്ട്, വിവാഹത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ നിങ്ങൾ ഇതേപ്പറ്റി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും സേഫ്റ്റിയായിട്ട് നോക്കുകയൊക്കെ ചെയ്യണം. 1 മാസമൊക്കെ കഴിഞ്ഞ് അങ്ങനെ വരികയാണെങ്കിൽ ഈ കുട്ടികളുടെ ജനനത്തിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ല. 10-15 ദിവസം വരെ എങ്കിലും ഒന്ന് ഭാര്യാഭർത്താക്കന്മാർ ദാമ്പത്യ ധർമാനുഷ്ഠാനം അല്പം ഒന്ന് നീട്ടിവെക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഒരിക്കലും ഉണ്ടാകില്ല, ഒരു കാരണവശാലും ഉണ്ടാകില്ല. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ, സ്ത്രീകൾക്ക് വേണമെങ്കിൽ തങ്ങളുടെ ചാരിത്ര ശുദ്ധിയെക്കുറിച്ച് കന്യാത്വത്തെക്കുറിച്ചൊക്കെ അവരോട് പറയുകയും ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുമൊക്കെ പ്രയോജനപ്പെടുത്തണം. ഇതിനൊക്കെ നമ്മൾ കുറച്ച് പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്ന് പലപ്പോഴും ദാമ്പത്യ ധർമാനുഷ്ഠാനം ഒരു സ്നേഹത്തിൻ്റെ പ്രവൃത്തിയായി മാറാതെ പലപ്പോഴും കാമത്തിൻ്റെ പൂർത്തീകരണമായി മാറുകയാണ്. കാമത്തിൻ്റെ പൂർത്തീകരണമായി മാറുകയും കാമാസക്തിയോടുകൂടി എല്ലാം പെരുമാറുകയും ചെയ്യുമ്പോഴാണ് കുഞ്ഞുങ്ങളുടെ ജനനത്തിലെല്ലാം ഈ വക പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. പല ഭർത്താക്കന്മാരും മദ്യപാനത്തിലേക്കൊക്കെ പോകുന്നത് ഈ സംശയം കാരണമല്ല. മദ്യപാനം മാത്രമല്ല, പലരും വളരെ ക്രൂവലായിട്ട് ഒരു ഭ്രാന്ത് പോലെയൊക്കെ വരുന്ന ആളുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വീട്ടിലുള്ള സാധനങ്ങളെല്ലാം നശിപ്പിക്കുക, അതുപോലെ തന്നെ ഭാര്യയെയും വീട്ടിലുള്ള മറ്റു കുടുംബാംഗങ്ങളെ പോലും പുലഭ്യം പറയുകയും
വളരെയധികം മോശമായിട്ട് അവരോട് പെരുമാറുകയും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അവരുടെ സമനില തെറ്റിപ്പോവുകയാണ്. ഈ സ്ത്രീ എഴുതിയിട്ടുണ്ട്, എൻ്റെ സമനില തെറ്റുന്നത്. ഒരു ചീത്ത വാക്ക്, മോശമായ വാക്ക് ഭർത്താവിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു ഭാര്യയുടെ സമനില തെറ്റുന്നത് പോലെ തന്നെ ഭർത്താവിൻ്റെ സമനില തെറ്റിപ്പോവുക, തൻ്റേതല്ലെന്നുള്ള ആ ബോധ്യം, ആ വിശ്വാസം അവൻ ഒന്നിനൊന്നിനൊന്നിന് വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയാണ്. ഈ സഹോദരി പറയുന്നുണ്ടല്ലോ, അവരുടെ മൂത്ത കുട്ടിയോടാണ് ഈ പ്രശ്നമെന്ന്. അത് ആ മൂത്ത കുട്ടിയോടുള്ള സംശയമാണ് അവൻ ഈ വീട്ടിൽ ഈ ബഹളം വയ്ക്കുന്നത്. കുട്ടികളുടെ കേൾക്കൽ, മാതാപിതാക്കൾ കേൾക്കൽ, അവളെ ആവശ്യമില്ലാത്ത പേര് വിളിക്കുന്നു. അതേസമയം പിന്നെ 2 കുട്ടികളുടെ ഉണ്ട്, അവരുടെ അടുക്കൽ വലിയ പ്രശ്നങ്ങളില്ല. അപ്പോൾ ആ മനസ്സിൻ്റെ അടിയിൽ കിടക്കുന്നത് വാസ്തവത്തിൽ ചിലപ്പോൾ ഇവനത് വെളിപ്പെടുത്തുന്നില്ലായിരിക്കും, ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് അലയടിക്കുന്നതായിരിക്കാം. അങ്ങനെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. ചിലപ്പോഴെങ്കിലും ഞങ്ങളുടെ അടുക്കൽ വന്ന കേസുകളിൽ ഈ പ്രശ്നവുമായിട്ട് വന്ന ദമ്പതികളുണ്ട്. അവരിങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ, അവരോട് അവർ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അവരോട് ഇത് വ്യക്തമായിട്ട് ഇന്ന പോലെ ആക്കണമെന്ന് പറഞ്ഞാൽ വളരെ സമയം സംസാരിച്ചാൽ മാത്രമേ പുരുഷൻ ഈ ഭാഗത്തേക്ക് ഒന്ന് ചെവി കൊടുക്കുകയുള്ളൂ. അവൻ എന്നാലും തോന്നുന്നത് എന്നെ പറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്നെ ഒന്ന് വശീകരിക്കാൻ വേണ്ടി പറയുകയാണെന്ന്. പല പുരുഷന്മാരും വീട്ടിൽ വളരെ മോശമായിട്ട് പെരുമാറും. എന്നാൽ സ്വന്തം ജീവിത പങ്കാളിക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് വേറൊരു വലിയ കാര്യമാണ്. ജീവിത പങ്കാളി എന്താണെന്ന് അറിയുന്നില്ല. ഭർത്താവ് പലപ്പോഴും വളരെ മോശമായ രീതിയിൽ കുടുംബാന്തരീക്ഷത്തിൽ പെരുമാറുന്നു. അത് ആദ്യമായിട്ട് അവൻ ഉണ്ടാകുന്നത് ഈ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഇവൻ്റെ കലി ഇളകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ വെറുപ്പ്, വൈരാഗ്യം, ദേഷ്യം, അരിശ ഇവൻ്റെ ഉള്ളിൽ വർദ്ധിച്ച് ഒന്നിനൊന്നിന് അവനൊരു ഭ്രാന്തിൻ്റെ രൂപത്തിലായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ മുൻപ് പറഞ്ഞാൽ മാത്രമേ, അതായത് വിവാഹത്തിന് മുമ്പ് ഭർത്താക്കന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അറിവ് സമ്പാദിക്കുകയാണെങ്കിൽ അല്പം പോലും സംശയിക്കാതെ ഈ കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് പറ്റും. ഈ പെൺകുട്ടി തന്നെ എഴുതിയിരിക്കുന്ന കത്തിനകത്ത് പറയുകയുണ്ടായി, നേരത്തെ സംശയമൊന്നും ഇല്ലാഞ്ഞ്, പ്രശ്നമൊന്നും ഇല്ലാഞ്ഞ്, ഇപ്പോഴാണ് എന്നോട് മൂത്ത കുട്ടിയെ കാണുമ്പോഴാണ് എനിക്ക് സംശയം ഉണ്ടാകുന്നത്. അപ്പോൾ മൂത്ത കുട്ടിയെ കാണുമ്പോൾ സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ആ മൂത്ത കുട്ടി ആ വ്യക്തിയുടെ തന്നെയാണ്, ആ വ്യക്തിയിൽ നിന്ന് തന്നെയാണ് ജനിച്ചത് എന്ന് അവനെ ബോധ്യപ്പെടുത്താനായിട്ട് ഭാര്യയ്ക്ക് പെട്ടെന്നൊന്നും സാധിക്കുകയില്ല. പിന്നെ ഒരു നല്ല കൗൺസിലിങ്ങിലൂടെയൊക്കെ മാത്രമേ കുറേയൊക്കെ സഹായിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ചില കേസുകളൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങൾ പറയും, ഇങ്ങനെയുള്ള സംഭവമാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാൻ പോലും മടിയാണെന്ന് പറയാറുണ്ട്. കാരണം ഇങ്ങനെയുള്ള ആളുകളെ ബോധ്യത്തിലേക്കൊന്ന് നയിക്കുക എന്ന് പറയുന്നത് വളരെ വിഷമകരമായ കാര്യമാണ്. പിന്നെ ജീവിത പങ്കാളിയുടെ പ്രാർത്ഥനയും കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ വന്നാൽ മാത്രമേ ഈ ആളിനെ ഒന്ന് നയിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് വിവേകത്തോടെ പെരുമാറാൻ ഒക്കെ ആ വ്യക്തിയെ പ്രാപ്തനാക്കാൻ പറ്റുകയുള്ളൂ. ഇച്ചിരി ഗൗരവമേറിയ ഒരു കാര്യമാണിത്. ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് ഭാര്യാഭർത്താക്കന്മാർ വേണ്ടത്ര അറിവ് ഇക്കാര്യങ്ങളിലൊക്കെ സമ്പാദിച്ചതിന് ശേഷം മാത്രമേ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാവൂ. ഇതിൻ്റെ തന്നെ ഒരു പരിണിത ഫലം എന്ന് കുടുംബങ്ങളിൽ അനുഭവിക്കുന്നത്. ആ കുട്ടിയെ ഉപദ്രവിക്കുന്നു, പലപ്പോഴും കൊലപാതകത്തിന് വരെ കാരണമാകുന്നുണ്ട്. ഞങ്ങൾക്കറിയാം, ഒരു കേസ് അറ്റൻഡ് ചെയ്തപ്പോൾ അവൾ ഗർഭിണിയാണെന്ന് കണ്ടു. പ്രസവിക്കുന്നതിന് മുമ്പേ ആ ഭർത്താവ് നിർബന്ധമായിട്ട് പറഞ്ഞു, ഇത് അബോർഷനാക്കിയിട്ട് വന്നാൽ മാത്രമേ നിന്നെ ഞാൻ സ്വീകരിക്കത്തുള്ളൂ. ആ പെൺകുട്ടി വാവിട്ട് കരയുകയാണ്. കാരണം അവളുടെ ഈ മോള് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ വിശുദ്ധിക്ക് ഒരു പോറൽ പോലും തട്ടാതെ വിവാഹം എന്ന കുദാശ സ്വീകരിച്ച് കടന്നു വന്നവളാണ്. ആ കുഞ്ഞിനെ സംശയിച്ചപ്പോൾ ഇത് എൻ്റെതല്ല, നീ കൊണ്ടുവന്നതാണ്, ഇതുകൊണ്ട് നീ ഇതിനെ കളഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി. അവൾ പറയുകയാണ്, ഞാൻ തെറ്റ് ചെയ്യാതെ എങ്ങനെ ഞാൻ ഈ കൊലപാതകം നടത്തും. ആദ്യ മാസങ്ങളിൽ തന്നെ ഇവർക്ക് മനസ്സിലായി കുഞ്ഞ് ഉദരത്തിൽ ജനിച്ചുവെന്ന്. അപ്പോൾ അന്ന് തുടങ്ങി ഈ ഭർത്താവ് ഇവളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഇതിനെ നശിപ്പിക്കണം, ഭ്രൂണഹത്യ ചെയ്യണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു വിശുദ്ധയായ അല്ലെങ്കിൽ നല്ല വിശുദ്ധിയോടുകൂടി ജീവിച്ച ഒരു പെൺകുട്ടിക്ക് ഇത് സാധിക്കുകയില്ല.
കാരണം തൻ്റെ ഉദരത്തിൽ ജനിച്ച ആ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് ആ ഭാര്യയ്ക്ക് സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ അന്ന് തുടങ്ങി ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്, പ്രയാസങ്ങൾ അവർ തന്നെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്താണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ദാമ്പത്യ ധർമാനുഷ്ഠാനം ഒരു പവിത്രമായ കൂദാശയാണ്. ആ കൂദാശയുടെ വിശുദ്ധി എപ്പോഴും നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കണം. കാമവികാരത്തോടെയോ മദ്യലഹരിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ബലാത്സംഗം ഭാര്യയെ തന്നെ ബലാത്സംഗം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ആ ബലാത്സംഗം മൂലമൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തകരാറുകൾ സംഭവിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. ഭർത്താവുമായി ആദ്യ ദിവസങ്ങളിൽ തന്നെ മുൻകാല രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്നത് ഇത് ഇങ്ങനെയുള്ള സംശയങ്ങൾക്ക് വഴിതെളിക്കില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ആദ്യകാലങ്ങളിൽ, പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ നേരത്തെ എനിക്കുണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പും അതുപോലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് വരും. ഞാൻ അവരുമായിട്ട് വലിയ കൂട്ടായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഒക്കെ രണ്ടുപേരും പറഞ്ഞെന്നിരിക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇത് വെച്ചുകൊണ്ടാണ് പിന്നെ ഭർത്താവ് അളക്കുന്നത്. അപ്പോൾ ഈ സംശയം കൂടെ, ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടി നേരത്തെ ജനിച്ചു എന്നുള്ള സംശയം ഉള്ളിൽ കിടക്കുമ്പോൾ ഇത് വെച്ചുകൊണ്ട് പിന്നെ കണക്ട് ചെയ്യുകയാണ് പണ്ട് അവൾ പറഞ്ഞ ആ കണക്ഷൻസൊക്കെ. വിവാഹത്തിന് മുമ്പുള്ള ചരിത്രങ്ങൾ, കാര്യങ്ങൾ ഒരു കാരണവശാലും നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഭർത്താവിൻ്റെ അടുക്കൽ വിളമ്പരുത്. തമാശ രൂപേണ അല്ലെങ്കിൽ വർത്തമാനം പറയാൻ വേണ്ടിയൊക്കെ ആയിരിക്കാം പറയുന്നത്. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴും ഈ വിധത്തിലുള്ള സംശയം കയറി വരാനിടയുണ്ട്. ഇപ്പോൾ കല്യാണം ഉറപ്പിക്കുകയോ അല്ലെങ്കിൽ ബിട്രോത്തിൽ നടത്തുകയൊക്കെ ചെയ്തതിന് ശേഷം ഫോണിൽ കൂടി സ്ത്രീ പുരുഷന്മാർ ഒത്തിരിയേറെ സംസാരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ആ സംസാരത്തിൻ്റെ അവസരത്തിൽ പലപ്പോഴും ആവശ്യമില്ലാതുള്ള വർത്തമാനങ്ങളെല്ലാം കൂടുതലായിട്ട് വരുന്നുണ്ട്. ഒത്തിരിയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വിവാഹം ഉറപ്പിക്കുകയോ ബിട്രോത്തിൽ നടത്തുകയോ ഒക്കെ ചെയ്തോട്ടെ, പക്ഷേ ഫോണിൽ കൂടി ഒരു ലിമിറ്റ് വെച്ച് മാത്രമേ സംസാരിക്കാവൂ. അനാവശ്യ സംസാരങ്ങൾ അത് പലപ്പോഴും ദുഃഖത്തിനും ദുരിതത്തിനുമൊക്കെ കാരണമായി തീരാറുണ്ട്. കുട്ടികളുടെ ജനനത്തിൽ സംശയിക്കുന്ന എല്ലാ ഭാര്യ ഭർത്താക്കന്മാരെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് ഈ എഴുത്തെഴുതിയ ആ മോളെ പോലെ വേദനിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈശോയെ, ആ മോളുടെ വേദന എത്രയോ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നതായിരുന്നു നമ്മൾ കണ്ടു. ഈശോനാഥ, അതുപോലെ വേദനിക്കുന്ന എല്ലാ ഭാര്യ ഭർത്താക്കന്മാരെയും, പ്രത്യേകിച്ച് വേദനിക്കുന്ന ഭാര്യമാരെ അങ്ങേ മുമ്പിൽ സമർപ്പിക്കുകയാണ്. കുഞ്ഞിൻ്റെ ജനനം മൂലം അതേ സത്യസന്ധമായിട്ട് വിശുദ്ധിയിൽ ജീവിച്ച ഒരു പെൺകുട്ടി സംശയത്തിലൂടെ ഈ വേദന അനുഭവിക്കുമ്പോൾ അവിടെ ഹൃദയം തകരുകയാണ്. അതുവഴി കുടുംബ ബന്ധങ്ങൾ തകരുകയും ഈശോയെ അവരുടെ എല്ലാം ജീവിതത്തിലേക്ക് വേദനകൾ കൂടി വരികയും ചെയ്യുന്നല്ലോ. ഈശോനാഥ, നിനക്ക് മാത്രമേ ഇവരെ സുഖപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. കാരുണ്യവാനായ ഈശോയെ, പരിശുദ്ധാത്മാവിനെ ഇവരുടെ മേൽ അയക്കണമേ. പരിശുദ്ധ അമ്മേ, കുടുംബജീവിതത്തിൻ്റെ മധ്യസ്ഥെ, അവിടുന്ന് അനുഭവിച്ച ഈ വേദന ഇപ്പോൾ കുടുംബത്തിൽ ജീവിക്കുന്ന പെൺകുട്ടികളായ ഭാര്യമാരായ ഓരോരുത്തരും അനുഭവിക്കുമ്പോൾ അമ്മ ഈശോയുടെ സന്നിധിയിൽ ഇവർക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, നീ ആ സമയത്ത് സമചിത്തതയോടെ പെരുമാറുകയും പരിശുദ്ധ അമ്മയെ വേദനിപ്പിക്കാതെ അവളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ സന്തോഷം ഇടപെടുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തതുപോലെ എല്ലാ ഭർത്താക്കന്മാർക്കും ഈ സ്നേഹം പങ്കുവെച്ചു കൊടുക്കുവാൻ നീ ഇടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വര ആമേൻ. ഈശോ